ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സ്നേഹ. ഓക്കെ, ഇത് നമ്മളെ ഡൽഹിയിൽ എത്തിയതിന് ശേഷമുള്ള ഒരു വ്ളോഗാണ്. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നിസാമുദ്ദീനിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്നൊരു ടാക്സി ഊബറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഊബറിൽ നമ്മൾ നമുക്ക് പഹർഗഞ്ചിൽ പോകണമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ ഈ ഒരു 2.5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് ഇനി പഹർഗഞ്ചിൽ പോകേണ്ടത്. അപ്പം അതിനുള്ള ഒരു ഇത് നമുക്കില്ലായിരുന്നു. പക്ഷേ ആ പഹർഗഞ്ചിന് തൊട്ടടുത്തും മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുമായിട്ട് നമ്മളൊരു സൂപ്പർബ് എന്ന് പറയുന്നൊരു ഹോട്ടൽ നമ്മൾ എടുക്കുകയുണ്ടായി. എല്ലാവരും ഒരു കാര്യം പറയുന്നുണ്ട്, ഡൽഹിയിലെത്തിയ നമ്മൾ ഏറ്റവും ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡൽഹി മെട്രോ ആണ്. കാരണം അത്രയും ചീപ്പാണ് ഡൽഹി മെട്രോ എന്ന് പറയുന്നത്. കുത്തബ് മിനാർ വരെ പോകാനും പെർ പേഴ്സൺ 32 റുപ്പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ കുത്തബ് മിനാർ എത്ര ദൂരം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ചീപ്പായിട്ട് തോന്നിയത് നമ്മുടെ മെട്രോ ആയിരുന്നു. നമ്മൾ ഹോട്ടലിൽ വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം തന്നെ, കാരണം നമുക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷീണം കാണിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉച്ച സമയത്തൊക്കെ എത്തി വൈകുന്നേരം കുറച്ച് എന്താ പറയുക, ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തു. നമ്മൾ അതിനുശേഷം ചാടി ഇറങ്ങി നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. ഇന്ന സ്ഥലങ്ങൾ നമ്മളവിടെ ലിസ്റ്റ് എഴുതി വെച്ചൊക്കെയായിരുന്നു. ഇന്ന സ്ഥലങ്ങൾ ഇത്ര ദിവസം കൊണ്ട് നമ്മൾ തീർക്കും, ഇത്ര സ്ഥലത്ത് നമ്മൾ പോകും. ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചില്ല നമ്മൾ വൈകുന്നേരം നമ്മൾ പോകുന്നു. പക്ഷേ അത് നമ്മുടെ ലിസ്റ്റിൽ വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ 3 സ്ഥലങ്ങൾ നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ എല്ലാ ക്ഷീണവും മാറ്റി വെച്ച് നമ്മൾ പോയി കണ്ടു. രാഷ്ട്രപതി ഭവൻ കണ്ടു, ഇന്ത്യ ഗേറ്റ് കണ്ടു, പിന്നെ ഒരു സ്ഥലം കൂടെ കണ്ടു. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി. ഒരു കാര്യം പറയാൻ ഉള്ളത്, ബാർഗെയിൻ ചെയ്യുന്ന കാര്യമാണ്. മാക്സിമം ബാർഗെയിൻ ചെയ്യുക. നമുക്ക് മെട്രോയിൽ കയറി ബാർഗെയിൻ ചെയ്യാനല്ല, ഓട്ടോറിക്ഷയിൽ ടാക്സിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരിപ്പം 10,800 രൂപ പറഞ്ഞാൽ നമ്മൾ 10,200 രൂപ പറയണം. കാരണം അത്രേ ഉള്ളൂ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഡിസ്റ്റൻസ്. അവർ ഇത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറയും, പക്ഷേ ഒന്നുമില്ല. അവർ പറയുന്നത് വേറെ ആയിരിക്കും. കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു നടക്കാനുള്ള ദൂരേ കാണുള്ളൂ. അപ്പം നല്ല രീതിക്ക് എന്താ പറയുക, ബാർഗെയിൻ ചെയ്താൽ ഓക്കെയാണ്. ഇവിടെ കിട്ടും പോലെയൊന്നും അല്ല കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കബാബ് ആയാലും അതുപോലെ തന്നെ മോമോസ് ആയാലും ഇഷ്ടം പോലെ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്കത് ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാം. അതിന് ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും ഈ നമ്മുടെ ജമാ മസ്ജിദിൽ ആണ് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഉള്ളതാണ്. ജമാ മസ്ജിദിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ഈ ഒരു വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് വലിയ റേറ്റൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലത്തെ റേറ്റിനെ കാട്ടിയും കുറച്ച് കുറവാണ്. പക്ഷേ തണ്ണിമത്തനൊക്കെ നല്ല, നമ്മുടെ തണ്ണിമത്തൻ ഇവിടേക്ക് 20 രൂപയാണെങ്കിൽ അവിടേക്ക് കിലോ 80 രൂപയാണ്. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടെന്നല്ലാണ്ട് നമ്മൾ ഈ ചിക്കൻ ഐറ്റംസ്, കബാബ്, അതുപോലെ തന്നെ മോമോസ്, അതിനൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറൊന്നുമല്ല, നമ്മളെ ട്രാവലിംഗ് അല്ലെങ്കിൽ ഹൗ ടു പ്ലാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ടു ഡൽഹി എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാം കൂടി ഇതിൽ കുത്തി നിറയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമുക്കിനി ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഡു ഫോളോ.